ജനങ്ങളെ അധികം ബാധിക്കില്ല എന്ന് മന്ത്രി പറയുമ്പോഴും ഈ വിഷയം ഇന്ന് നിയമസഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. സഭയുടെ ബജറ്റ് സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. വോട്ട് ഓൺ അക്കൌണ്ട് പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത വിഷയം ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കും. വിവരങ്ങളുമായി വി വിനോദ് ചേരുകയാണ്. വിനോദ്, സഭ ഇന്ന് പിരിയുകയാണ്. അവസാന ദിവസം എന്തൊക്കെ വിഷയങ്ങളാകും സഭയിലെത്തുക? ഇതിപ്പോൾ സപ്ലൈകോയിൽ വിലവർധന അതൊരു വിഷയമാണ്. സാധനങ്ങളില്ല എന്ന പരാതി കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ട്. അപ്പോൾ ആ വിഷയമൊക്കെ ശക്തമായി ഉന്നയിക്കാനാണോ പ്രതിപക്ഷത്തിന്റെ തയ്യാറെടുപ്പ്? രേണുക, സഭയെ തീപിടിപ്പിക്കാനുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് പ്രധാനമായും രണ്ട് കാര്യങ്ങളായി ഉയർന്നു വരുന്നത്. ഒന്ന്, അടിയന്തര പ്രമേയമായി വരുന്നത് രേണുക പറഞ്ഞതുപോലെ തന്നെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവം, അത് ആലപ്പുഴയിൽ മർദ്ദിച്ച സംഭവം, അതിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഗൺമാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് അന്ന് ഈ പ്രതിഷേധക്കാരെ മർദ്ദിച്ചത്. പോലീസ് പിടിച്ചുമാറ്റിയ ആളുകളെ അവിടേക്ക് ചെന്ന് മർദ്ദിക്കുകയായിരുന്നു. ഇത് ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ വ്യക്തമായി. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി പറഞ്ഞത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതാണ്. പരാതി നൽകിയെങ്കിലും പോലീസ് ആദ്യഘട്ടത്തിൽ കേസെടുക്കുകയോ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിരുന്നില്ല. പിന്നീട് കോടതിയെ സമീപിക്കുകയും കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കുകയും ചെയ്തു. എന്നാൽ ഇതുവരെയും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് എത്തിയിട്ടില്ല. പലതവണ പോലീസ് നോട്ടീസ് അയച്ചെങ്കിലും ഇവർ അന്വേഷണവുമായി സഹകരിക്കുന്ന ഒരു നിലയിലേക്ക് പോയിട്ടില്ല. ഇതുതന്നെയായിരിക്കും ഇന്ന് അടിയന്തര പ്രമേയമായി വരിക. സഭ നിർത്തിവെച്ച് ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു രാഷ്ട്രീയ സമരമാണ്. ആ രാഷ്ട്രീയ സമരത്തെ ഭരണകൂടം അടിച്ചമർത്തിയെന്ന വികാരം അത് വലിയ തോതിൽ വലിയ വികാരമായി ഉയർന്നു വരും എന്ന കാര്യം ഉറപ്പാണ്. മറ്റൊന്ന്, സപ്ലൈകോയുടെ വിലവർധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 70% വരെ സബ്സിഡി നൽകിയിരുന്നത് 35% കുറച്ചിരിക്കുന്നു. ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒരു കാര്യമാണ്. അടിസ്ഥാന ജനവിഭാഗത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. 40 ലക്ഷത്തിലധികം റേഷൻ കാർഡ് ഉടമകൾ സപ്ലൈകോ വഴി ഇത്തരത്തിൽ അവശ്യ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ഇപ്പോഴാണ് ഈ സബ്സിഡി സാധനങ്ങളുടെ വിലക്കയറ്റം വരുന്നത്. നേരത്തെ വിലക്കയറ്റം ഉണ്ടാകില്ല എന്ന് പറഞ്ഞെങ്കിലും ആദ്യ സർക്കാരിന്റെ സമയത്ത് അത് ഉണ്ടായിരുന്നില്ല. പിന്നീട് രണ്ടാമത്തെ സർക്കാർ ഇത്ര വർഷം പിന്നിടുമ്പോഴാണ് ഇങ്ങനെ ഒരു വിലക്കയറ്റത്തിലേക്ക് പോകുന്നത്. അത് ന്യായീകരിച്ചുകൊണ്ടായിരിക്കും സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുക. ഇതുവരെയും വിലക്കയറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും കാലം മാറുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വിലക്കയറ്റത്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ സബ്സിഡി പൂർണ്ണമായി മാറ്റുകയല്ല, ഒരു പരിധിവരെ ഈ പ്രത്യേക കമ്മിറ്റി വെച്ചപ്പോൾ അവർ പറഞ്ഞത് 20% വരെ സബ്സിഡി നൽകിയാൽ മതി എന്നാണ്. പക്ഷേ ഭക്ഷ്യവകുപ്പ് തന്നെ അതിൽ പ്രത്യേകിച്ചൊരു തീരുമാനമെടുക്കുകയും അത് 35% എന്നതിലേക്ക് ഉയർത്തുകയും ചെയ്തു. പക്ഷേ 70% വരെ ഉണ്ടായിരുന്നതാണ് 35%ത്തിലേക്ക് താഴ്ന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇന്ന് സഭയിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. രേണുക, ശരി. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. സഭയിൽ ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സഭയെ പ്രക്ഷുബ്ധമാക്കാൻ ഉദ്ദേശിച്ച് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരുന്ന വിഷയങ്ങളുടെ വിശദാംശങ്ങളാണ് വി വിനോദ് നൽകിയത്.